നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാധാരണ പരീക്ഷ എഴുതാൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷെ നമുക്ക് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഒന്നും തിരിയില്ല. പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണുന്നില്ല എൻ്റെ സാറേ എന്ന് പറയുന്ന അനുഭവം. പലപ്പോഴും നമ്മൾ നല്ലോണം പഠിച്ചിട്ടാണെങ്കിൽ പോലും 2-3 ചോദ്യങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷയിൽ മൊത്തം കിട്ടുന്ന ഒരു എനർജി നഷ്ടപ്പെടുകയും നമുക്ക് പിന്നെ ഒന്നും ഒരു ശരിയാതെ വരുന്നൊരു രീതിയും ചിലപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്. നമ്മുടെ മൊത്തം മാർക്ക് വളരെയധികം കുറയാനും കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നമുക്ക് കൂടുതൽ മാർക്ക് വളരെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കഥയിലൂടെ, ഒരു ചെറിയൊരു കഥ മാത്രമല്ല, അത് നടന്ന സംഭവമാണ്, അതിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് നോക്കിക്കളയാം. എൻ്റെ ഒരു കൂട്ടുകാരന് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ക്ലാസ്സിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ പരീക്ഷയ്ക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ സാറുമാർ തരുമ്പോൾ ആ കൂട്ടുകാരനാണെങ്കിൽ സാധാരണഗതിയിൽ നല്ല വിഷമമുള്ള ചോദ്യമാണെങ്കിൽ പോലും എല്ലാവരും ഏകദേശം ഒരേ ലെവലിലുള്ള കുട്ടികളാണ്. പക്ഷേ ഈ കൂട്ടുകാരൻ മാത്രം ചിലപ്പോഴെങ്കിലും ബാക്കിയുള്ളവരെക്കാട്ടും പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും ആ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ നീ എങ്ങനെയാടാ ഇത് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ നോക്കുന്നത്? നല്ല വിഷമമാണുള്ളത്, കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ ഓഫായി പോകുന്നു. ഇത് ചോദ്യം നമ്മൾ നല്ല കട്ടി പോലെ തോന്നുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മൾ ഇത് കാര്യം തീരുമാനമായെന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോഴേക്കും ഉണ്ടാവും ഇവൻ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞൊരു ഉത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമല്ലോ അല്ലേ. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞതാണ്, എടാ ഇത് സിമ്പിളല്ലേ, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതങ്ങ് ചെയ്യാൻ തുടങ്ങുക. ഒരു പുണ്ണാക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് അവിടെ അങ്ങ് കിട്ടും. പിന്നെ ഞാൻ അത് വെച്ച് അങ്ങ് കയറും. ഇതാണ് എൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. നമ്മളെ ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് എങ്ങനെയാണ് നമ്മുടെ ഒരു ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ടാകുന്ന മാറ്റം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്ലാങ്കായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ആ കാര്യത്തിനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങളൊന്നും പുതുതായിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. എന്തായാലും സ്വാഭാവികമായിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ സിറ്റുവേഷനിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ചേഞ്ചാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഏതൊരു പ്രോബ്ലത്തെയും വളരെ എളുപ്പത്തിൽ ആ മൊയ്തീനെ ചെറിയൊരു സ്പാൻഡറിങ് എടുത്തെന്ന് പറയുന്ന പോലെ നമ്മൾ ഇത് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് തുടങ്ങുക. വളരെ സിമ്പിളല്ലേ, ഇപ്പം നമ്മൾ ശരിയാക്കി തരാം, നമ്മളാണ് തോറ്റു കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് നമ്മൾ സിമ്പിളാണ്, നമ്മളിപ്പോൾ ചെയ്ത് കളയുന്നുള്ള ഭാഗത്തിൽ നമ്മളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അതിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേർഡ്സൊക്കെ നമുക്ക് തപ്പി നോക്കുക. എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ലിങ്കുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ പ്രോബ്ലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമ്മൾ കേട്ടതോ ഓർമ്മയിലുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മളീ പറയുന്ന വലിയ പ്രോബ്ലം തോന്നുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് സോൾവ് ആയിട്ട് അങ്ങ് വരും. നമ്മൾ ആ ചോദ്യത്തിൻ്റെ സ്ട്രക്ചർ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ആ കാര്യം മനസ്സിലാവാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു വലിയ സൈക്കോളജിക്കൽ തിയറിയാണ്. നമ്മൾ അതിൽ കൂടുതലായിട്ട് അങ്ങ് പോകണമെന്നില്ല എങ്കിലും ആ വലിയൊരു നമ്മുടെ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം മാർക്ക് വാങ്ങുന്നതിന് സഹായിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ട്രിക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. എല്ലാവർക്കും കൂടുതൽ മാർക്ക് നേടാൻ ഇടയാവട്ടെ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.